നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം, എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ PDF f of x equal to c x square plus 1 minus infinity less than or equal to x less than or equal to 1. 0 otherwise ഞാൻ എഴുതുന്നില്ല, കാരണം ഇതല്ലാതെ വേറെ വാല്യൂസ് ഒന്നും ഇതിനകത്ത് വരാനില്ലല്ലോ. Find c. Second question, p of 1 by 3 less than or equal to x square less than or equal to 1. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, സി കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് എന്താണോ സെയിം തന്നെ. ടോട്ടൽ പ്രോബബിലിറ്റി ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ത് വരും, 1 ആണല്ലോ. അപ്പം നമുക്കിനി റേഞ്ച് ഒക്കെ കൊടുക്കാം. ഇൻ്റഗ്രൽ ഓവർ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും, -∞ ടു +∞, -∞ ടു +∞, c by 1 + x² or x² + 1 ആണ് എഴുതിയിരിക്കുന്നത്, വാട്ട് എവർ, 1 + x² into dx equal to 1. അപ്പോൾ c കോൺസ്റ്റന്റ് ആണല്ലോ. നമുക്കറിയാം ഇൻ്റഗ്രൽ 1 + x² + 1 എന്താ, നമ്മളിത് +1 +2 ടൈമിൽ പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിക്കകത്ത്. ടാൻ ഇൻവേഴ്സ് എക്സ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ 1/1 + x², അതേപോലെ 1 - x², ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തുവരും, ഇൻ്റഗ്രൽ 1/x² + 1 എന്തൊരു c കോൺസ്റ്റന്റ്, അതേപോലെ ഇടുന്നു ടാൻ ഇൻവേഴ്സ് എക്സ് ഫ്രം -∞ ടു ∞, ദിസ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. c ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്താ, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് -∞. ഓർമ്മയുണ്ടോ ഈ സംഭവങ്ങളൊക്കെ, എങ്ങനെ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റിയുടെ വാല്യൂ? അപ്പോൾ ഐഡിയ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്തോളാം, ഇല്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമുക്കറിയാലോ വാല്യൂസ് 0, 30 ഡിഗ്രി, എന്താ ട്രിഗ്നോമെട്രി റേഷ്യോ ടേബിൾ 45, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ എന്തെഴുതാം, സൈൻ വാല്യൂസ് എന്തുവരും, 0, 1/2, 1/√2, √3/2, 1. ഇനി കോസ് വാല്യൂസ് എന്താ, നേരെ റിവേഴ്സ്, 1, √3/2, 1/√2, 1/2 ആൻഡ് 0. അപ്പോൾ ടാൻ വാല്യൂസ് എന്താ, രണ്ടിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്യുക അല്ലേ. എന്തൊരും 0/1 0, ഇവിടെ എന്തൊരു 1/√3. ഇത് ഓർമ്മയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇവിടെ 1/√2 ബൈ 1/√2 എന്താ 1. അടുത്ത √3/2 ബൈ 1/2 എന്തുവരും, √3. ഇവിടെ എന്തുവരും, നോട്ട് ഡിഫൈൻ അല്ലെങ്കിൽ അൺഡിഫൈൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട എന്താ, ഇവിടെ 1/0 ആണല്ലോ ഇൻഫിനിറ്റി ആയിട്ട് വരുന്നത്, 1/0 ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വരുന്നത് എപ്പോഴാണ്, ടാൻ ഇൻവേഴ്സ്, അതായത് ടാനിന് ടാൻ 90 ഡിഗ്രി വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഇൻഫിനിറ്റി. അതായത് 90 ഡിഗ്രി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് എഴുതാമല്ലോ. അപ്പോൾ 90 ഡിഗ്രീനെ ഞാൻ ഇച്ചിരി കൂടെ ഡിഗ്രി ഫോർമാറ്റിൽ നിന്ന് മാറ്റി എഴുതുന്നു. എങ്ങനെ എഴുതാം, π/2 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ഓക്കെ, നമുക്കറിയാം ടാൻ 90 ആണ് ഇൻഫിനിറ്റി, അപ്പോൾ ടാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും, ഇൻവേഴ്സ് ആകും, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ എന്തോരും, c ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റീനെ എങ്ങനെ എഴുതാം, π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് -∞ ആകുമ്പോൾ എന്തായിരിക്കും വരിക, അപ്പോൾ മൈനസ് ഇവിടെ കിടക്കും, ടാൻ ഇൻവേഴ്സ് 90 ഡിഗ്രി -∞. അപ്പോൾ ടാൻ ഇൻവേഴ്സ് -∞ എന്ന് വരും. അപ്പോൾ ഈ മൈനസിന് എനിക്ക് ഇങ്ങോട്ട് കൊടുത്തൂടെ, -π/2. ഓക്കെ, -π/2. ദിസ് ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അപ്പം വരും ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ 2π/2 ഈക്വൽ ടു 1. π + π 2ൻ്റെ കൂടെ ക്യാൻസലായി, ദാറ്റ്സ് ഈക്വൽ ടു c ഇൻറ്റു π ഈക്വൽ ടു 1. ദെർഫോർ c ഈക്വൽ ടു 1/π. അപ്പോൾ നമുക്ക് ടൈം കിട്ടിയല്ലോ, c കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, cനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ f of x ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. f of x ഈക്വൽ ടു എന്തൊരു 1/π ഇൻറ്റു 1/x² + 1 -∞ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇവിടെ കംപ്ലീറ്റ് നമ്പേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് 0 അതർവൈസ് നമ്മൾ എഴുതാത്തത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു,
probability of 1 by 3 less than or equal to x square less than or equal to 1. P of 1 by 3 less than or equal to x square less than or equal to 1 എന്നാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ ആണ് കിട്ടിയേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ എടുക്കണം. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാലോ. എക്സ് സ്ക്വയർ 1/3 1 ആണെങ്കിൽ എക്സ് എന്ത് വരും? റൂട്ട് ഓഫ് 1/3 √1 എന്നല്ലേ വരിക. ദാറ്റ് മീൻസ് 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3 ആൻഡ് പ്ലസ് ഓർ മൈനസ് 1 എന്നല്ലേ വരിക. അപ്പോൾ ഒരു റേഞ്ച് ഞാൻ എടുക്കുന്നത് അവ രണ്ട് രീതിയിൽ പറ്റുമല്ലോ. പോസിറ്റീവ് വാല്യൂസും പോസിബിൾ ആണ്, നെഗറ്റീവ് വാല്യൂസും പോസിബിൾ ആണ്. അപ്പോൾ ടു ഡിഫറെൻറ്റ് വേസിൽ നമുക്കിതിനെ ഇത് ഒക്കറാവും. ഇറ്റ് ഒക്കേഴ്സ് ടു ഡിഫറെൻറ്റ് വേസ്. വൺ ഈസ് ഫസ്റ്റ് സെക്ഷൻ ആദ്യത്തെ കേസ് എന്താ? 1/√3 to 1 അല്ലേ? 1/√3 to 1 ആണല്ലോ. സെക്കൻഡ് കേസ് എന്താ? -1/√3 to 1 -1. ഈ രണ്ട് പോസിബിൾ വാല്യൂസ് അല്ലേ കിട്ടാൻ വരത്തുള്ളൂ, എക്സിന് എടുക്കാൻ പറ്റുന്നത്. സെക്കൻഡ് കേസ് -1/√3 to -1. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി ഓഫ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. പ്രോബബിലിറ്റി ഓഫ് -1/√3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ എപ്പോഴും റാൻഡം വേരിയബിൾ എക്സ് എന്ന് തന്നിട്ട് ചെയ്യണം. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെയൊന്നും പോസിബിൾ അല്ല. സോറി ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ -1 അല്ലേ? 1/√3 അതിനേക്കാൾ ചെറുതല്ലേ? -1/√3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/√3. അടുത്ത കേസ് എന്താ? പ്ലസ് പി ഓഫ് 1/√3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. എക്സ് സ്ക്വയർ ആയതുകൊണ്ട് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഫസ്റ്റ് സെക്ഷൻ എടുത്ത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു അല്ല ഒരുമിച്ച് അങ്ങ് ചെയ്തു പോവാം. നമുക്ക് അത്രയും കുറഞ്ഞിരിക്കട്ടെ. ആദ്യത്തെ കേസ് എന്തോരും? ഇൻറ്റഗ്രൽ -1 to -1/√3 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/π into 1/x² plus 1 into dx plus second case എന്താ? Integral 1/√3 to 1/π into 1/x² plus 1 into dx. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയാം ഇൻ്റഗ്രൽ 1/x² plus 1 നമ്മളിപ്പോൾ ചെയ്തതാണല്ലോ. ഇൻ്റഗ്രൽ 1/x² plus 1 1/π into 1/x² plus 1 എന്ത് വരും? tan inverse x from -1 to -1/√3 1/π into അടുത്ത എന്ത് വരും? tan inverse x from 1/√3 to 1. ഓക്കെ, ഇനിയിപ്പം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. 1/π into 1/π വേണമെങ്കിൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് അങ്ങ് എടുത്തോ, റിപ്പീറ്റേഷൻ ഒഴിവാക്കാം. tan inverse -1/√3 minus tan inverse -1 plus 1/π into tan inverse 1/√3 minus tan inverse ആദ്യം അപ്പർ ലിമിറ്റ് അല്ലേ കൊടുക്കണേ? 1 minus tan inverse 1/√3. ഇനി ഓരോന്ന് നോക്കാം. tan എന്ത് വരുമ്പോഴാണ് 1/√3 വരിക അല്ലെങ്കിൽ -1/√3 വരിക? നമ്മളിവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 1/√3 ടാനിന് എപ്പോഴാണ് വരുന്നത്? 30 ഡിഗ്രി അല്ലേ? അപ്പം മൈനസ് കൂടുള്ളതുകൊണ്ട് tan 30 ആണ് എന്ത് വരുന്നത്? 1/√3. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? tan ഇൻവേഴ്സ് 1/√3 ഈക്വൽ ടു 30 ഡിഗ്രി. അല്ല എങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? tan ഇൻവേഴ്സ് 1/√3 ഈക്വൽ ടു π/6 എന്ന് എഴുതാലോ. π/6. അപ്പം നെഗറ്റീവ് വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു മൈനസ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അടുത്തത്
ടാനിന് എന്ത് വാല്യൂ വരുമ്പോഴാണ് 1 വരിക? 1 അല്ലേ നെക്സ്റ്റ് വരിക. എന്ത് വാല്യൂ വരുമ്പോഴാണ് 1 വരിക? 45 ഡിഗ്രി അല്ലേ? അപ്പോൾ 45 ഡിഗ്രി, ടാൻ 45 ഡിഗ്രിയാണ് 1 വരിക. ദാറ്റ് മീൻസ് ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പം ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നു. ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു 45 എങ്ങനെ എഴുതാം? π/4, 180/4. അപ്പോൾ രണ്ടും കിട്ടിയല്ലോ. ടാൻ ഇൻവേഴ്സ് 1ന് ടാൻ ഇൻവേഴ്സ് 1/√3 ഇടാനുള്ള 1/π ഇൻറ്റു, അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് എന്ത് എഴുതാം? മൈനസ്, ഇവിടെ മൈനസ് കൊടുക്കണ്ട കേട്ടോ ഇപ്പോൾ, മൈനസ് π/6 മൈനസ് ടാൻ ഇൻവേഴ്സ് -1 വരുമ്പോൾ എന്തൊരു മൈനസ് π/4 പ്ലസ് 1/π ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് ഒരു π/4 മൈനസ് π/6 എന്നാവുമല്ലോ അല്ലേ? ഇത് π/4, അടുത്ത π/6. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു, നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. മൈനസ് π/6 പ്ലസ് π/4 ഇൻറ്റു 1/π ഇൻറ്റു π/4 മൈനസ് π/6. അപ്പോൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എന്ത് കിട്ടും? -4 + 6/24. പൈ ഇട്ടല്ലോ. നിങ്ങൾക്ക് ഏതാ കൺവീനിയൻറ്റ് വേന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ കേട്ടോ. 6π മൈനസ് 4π/24 1/π ഈക്വൽ ടു 2π/24 പ്ലസ് 1/π ഈക്വൽ ടു 2π/24. അപ്പം എന്തോന്ന്? 12. അപ്പം എന്തൊരു 2 ടൈംസ് 1/π ഇൻറ്റു π/12 അല്ലേ? ഇതൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതോടെ ഇനി കട്ട് ചെയ്യാലോ, ഇതൂടെ കട്ട് ചെയ്യാലോ, 6. ദിസ് ഇസ് ഈക്വൽ ടു 1/6. സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾ ഈസിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ PDF-ൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരെണ്ണൂടെ നമുക്ക് സോൾവ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ദ എമൗണ്ട് ഓഫ്, ഐ ഹോപ്പ് നമ്മളിത് ഒരു പ്രോബ്ലത്തിൽ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ, ഒരു വീഡിയോയിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കൂടെ ബാക്കിയുണ്ട് ഈ മൊഡ്യൂളിൽ. അത് കഴിഞ്ഞ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾസ് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. താങ്ക് യു.